നല്ല സ്പൈസി ആയിട്ടുള്ള ഒരു കാന്താരി ചിക്കൻ്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ആദ്യം ഒരു അരപ്പ് റെഡിയാക്കി എടുക്കണം. ചെറിയ ജാറിലേക്ക് കുറച്ച് കാന്താരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 തൊട്ട് 15 കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളകും, ഇഞ്ചി, വെളുത്തുള്ളി, ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് പൊടികൾ, മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീർ റെഡ് ചില്ലി പൗഡറും, അതേപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. അത് കഴിഞ്ഞ് ഒരു നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതില്ലാന്നുണ്ടെങ്കിൽ വിനീഗർ ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇനി നമുക്കിത് ചിക്കനിലൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് 1/2 കിലോ ചിക്കനാണ് കേട്ടോ, വിത്ത് ബോണാണ്. അപ്പം 1/2 കിലോ ചിക്കനിലേക്ക് നമ്മൾ ഈ ഒരു ഇത്രയും തന്നെ നമ്മൾ എത്ര മിക്സ് ഉണ്ടായിരുന്നോ അത്രയും മിക്സ് നമ്മളൊന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുക. കുറച്ച് സമയങ്ങളൊന്ന് മാറ്റി വെക്കുക. ഇത് ഓവർനൈറ്റ് വെക്കുകയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, അല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയങ്ങളൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ചു. എന്നിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ ഈ ഒരു എണ്ണയിൽ തന്നെ, കുറച്ച് എണ്ണ ചേർത്തിട്ടുള്ളൂ ഇപ്പം, ഈ ഒരു എണ്ണയിൽ തന്നെ നമ്മളൊന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. അപ്പോൾ വേവിക്കുന്ന സമയത്ത് ചിക്കനിലെ വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. അത് കഴിഞ്ഞ് നമ്മളിതൊന്ന് വറ്റിച്ചെടുത്തതിന് ശേഷം കുറച്ച് മാത്രം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. നമ്മൾ ഈ ഫ്രൈ എന്ന് പറയുമ്പോൾ എക്സാക്ട് നമ്മൾ ആ ചിക്കൻ ഫ്രൈ അങ്ങനെയല്ല, പക്ഷെ ഇതുപോലെ ഒന്ന് വരട്ടി കിട്ടിക്കോളും. നമ്മൾ ഈ ചിക്കൻ വരട്ടി ഇതൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലെ ഒന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കുറച്ച് എണ്ണ മാത്രം ചേർത്താൽ മതി. എന്നാൽ കുറച്ച് എണ്ണയിൽ തന്നെ ഇതിങ്ങനെ മെല്ലെ മെല്ലെ വറുത്ത് കിട്ടുമ്പം ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ആ മസാലയുടെയൊക്കെ ഒരു ടേസ്റ്റ് പറയണ്ട, അത്രയ്ക്കും രുചിയാണ് കേട്ടോ. അപ്പോൾ നല്ല സ്പൈസി റെസിപ്പീസ് ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ടാറ്റാ.